ാണ് ഭയങ്കര തൊലിക്കെട്ടിയാണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു പൈസ ഖജനാവിൽ ഇല്ലാത്ത സമയത്ത് കേരളം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കും കടക്കെണിയിലേക്കും കൂപ്പൂത്തിയിരിക്കുന്ന ഈ സമയത്താണ് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തുന്നത്. കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആഘോഷങ്ങളെ പ്രൊമോട്ട് ചെയ്യാനാണ് പരസ്യമല്ലാതെയുള്ള പണം ചെലവാക്കുന്നത്. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി പറയണം പരസ്യം കൊടുക്കുക, ഏത് ഗവൺമെന്റിനും പരസ്യം കൊടുക്കുക, എല്ലാ ഗവൺമെന്റുകളും പരസ്യം കൊടുക്കാറുണ്ട്. പരസ്യം അല്ലാതെ ഈ ഗവൺമെന്റ് മികച്ചതാണ്, ഈ മന്ത്രി മികച്ചതാണ്, ഈ വകുപ്പ് മികച്ചതാണ്, ഈ സർക്കാർ ഗംഭീരമാണ് എന്ന് പരസ്യമല്ലാതെ വാർത്ത വരുത്തുന്ന രീതിയിൽ മാധ്യമങ്ങളെ കൊണ്ട് പണം കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. സർക്കാരോ സർക്കാരിന്റെ ഏത് ഏജൻസിയാണ് ഇതിനുവേണ്ടി പണം കൊടുക്കുന്നത്? ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പരസ്യമല്ലാതെ അത് ചെലവാക്കുന്നത്. അത് എന്താണെന്ന് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുക. സർക്കാർ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് UDF സംസ്ഥാന വ്യാപകമായി, ഞാൻ അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇന്നലെ എല്ലാം വിശദീകരിച്ചു പറഞ്ഞു, എന്തുകൊണ്ടാണ് UDF കരിദിനം ആചരിക്കുന്നത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇത് പ്രതിഷേധത്തിന്റെ ദിവസമാണ്. ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ആശാവർക്കർമാരോടൊക്കെ എങ്ങനെയാണ് ഗവൺമെന്റ് പെരുമാറുന്നത്? സമരം ചെയ്യുന്നവരോട്, സമരം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്നവരെ പരിഹസിക്കുക മുതലാളിത്ത സ്വഭാവമാണ്. പണ്ട് മുതലാളിമാരാണ് തൊഴിലാളികളെ സമരം ചെയ്യുമ്പോൾ കളിയാക്കിയിരുന്നത്, പരിഹസിച്ചിരുന്നത്. അതേ ആറ്റിറ്റ്യൂഡാണ് ഈ ഗവൺമെന്റിനും അതിലെ മന്ത്രിമാർക്കുള്ളത്. തൊഴിലാളികളെയൊക്കെ കാണുമ്പോൾ പുച്ഛമാണ്. മുതലാളിത്ത മനോഭാവവും തീവ്ര വലതുപക്ഷ സ്വഭാവവുമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. അതിനെതിരായിട്ടാണ് ഇന്ന് കരിദിനമായി ഞങ്ങൾ ആചരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തിക്കാട്ടിയ ഈ സർക്കാരിനെതിരായി ഉയർത്തിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് മലയോരത്ത് ജീവിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത്. മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഇപ്പൊ ഇന്ന് ഉണ്ടായി സംഭവം, ഈ ജില്ലയിലുണ്ടായി. അവിടെ നിരവധി ആവശ്യം. അതിന്റെ തൊട്ടടുത്താണ് മലപ്പുറം അതിർത്തിയിലാണ് കരുവാരക്കുണ്ടിയിൽ കടുവ ഒരാളെ കടിച്ചു പോകുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്താണ് പാന ഒരാളെ ടാപ്പിംഗ് പോയ ഒരാളെ ചവിട്ടിക്കൊന്നത്. ഒരു കുടുംബം ഇല്ലാതെ. അവിടെ ഫെൻസിങ് വേണ്ട സ്ഥലത്ത് ഫെൻസിങ്ങിന് വേണമെന്ന് നിരവധി ഡിമാൻഡ് ഉണ്ടായിട്ട് ഒന്നുമില്ല. കാരണം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ₹1 ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പരമ്പരാഗതമായി വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. ഏറ്റവും കൂടുതൽ ക്രൂരത ഈ സർക്കാർ കാണിക്കുന്നത് മലയോരത്തെ ജനങ്ങളോടാണ്. ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഈ 4ാം വാർഷികത്തിന്റെ തലേന്ന് വീണ്ടും ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ പാലക്കാട് ജില്ലയിൽ വീണ്ടും ആന ചവിട്ടിക്കൊള്ളുന്നത് വാർത്ത